ഹലോ ഡിയേഴ്സ്, അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ സാമ്പാറിന്റെ റെസിപ്പി ആയിട്ടാണ്. അതുണ്ടല്ലോ, നമ്മുടെ ഊണിനും ഓണമൊക്കെ വരെയല്ലേ, അപ്പൊ ഒരു സദ്യക്കൊക്കെ പറ്റിയ ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിന്റെ റെസിപ്പിയാണ്. ഒരു കുറുകെ ഇരിക്കണമല്ലോ നമുക്ക് സാമ്പാർ സദ്യക്കൊക്കെ ഒഴിക്കുമ്പോഴേ. അപ്പോൾ രാവിലെ ഈ ഇഡലി ദോശക്കൊക്കെ എടുക്കുമ്പോൾ കൊച്ചുള്ളിയും ഒരു 2-3 കഷ്ണമൊക്കെ ചേർത്ത് പെട്ടെന്ന് എടുക്കാം. പക്ഷെ ഇത് നമുക്ക് കഷ്ണങ്ങൾ കൂടുതലൊക്കെ വേണം. പിന്നെ ഒരു ചെറിയ ബൗള് തുമര എടുത്തിട്ടുണ്ട്, അത് സാമ്പാർ തുമരയാണ്. സാമ്പാർ തുമര വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് പെട്ടെന്ന് അത് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചു. അതിനുശേഷം ആദ്യം തന്നെ ഞാനത് വേവിച്ചെടുക്കും കേട്ടോ. കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഞാൻ ആദ്യം തന്നെ ഇത് വേവിച്ചെടുക്കാറുണ്ട്. എല്ലാവരും ചിലരൊക്കെ പറയുന്നതൊക്കെ ഇത് ഒന്നിച്ചങ്ങ് വേവിക്കാന്ന്. പിന്നെ ക്യൂബ്സ് ആയിട്ടാണ് കഷ്ണങ്ങൾ എടുക്കുക. അപ്പോൾ ഇനി ഞാൻ വഴുതനങ്ങയും മുരിങ്ങയ്ക്കയും വേറെയാണ് വേവിച്ചത് കേട്ടോ. ഇത് വഴുതനങ്ങക്കറിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ഇടാം കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് വേവിക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഈ മസാലയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുക. ഇപ്പോൾ നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം, പിന്നെ നമുക്ക് സാമ്പാർ പൊടി ഇതാ ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ടോ ചെയ്യാം. അപ്പം നമുക്ക് സാമ്പാർ പൊടി നല്ല മണമാണ് കേട്ടോ, ഇതൊരു സംഭവമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ സാമ്പാർ പൊടിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കുറിച്ചേക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒരല്പം കറിവേപ്പില കിട്ടിയിട്ടുണ്ട്, അത് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും ഈ കുപ്പിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാർ എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇനി ആ മാറ്റി വെച്ചിരുന്ന വേറെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വഴുതനങ്ങയും മുരിങ്ങയ്ക്കായും ഒക്കെ, അപ്പം അതോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കൽ പരിപാടിയിലേക്ക് പോകാം. താളിക്കലാണല്ലോ, ഒരു താളിക്കലില്ലാതെ എന്ത് സാമ്പാർ. അങ്ങനെ കൊച്ചുള്ളി, ജീരകം, ചെറിയ ജീരകമാണ്, നല്ല ജീരകം എന്ന് പറയും, മുളക്, വറ്റൽ മുളക് എല്ലാം കൂടി ഇട്ട് നമുക്ക് ആദ്യം കൊച്ചുള്ളി ചേർക്കണം കേട്ടോ. കൊച്ചുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും മുളക് ചേർത്തൊന്ന് വഴറ്റണം. അതിനുശേഷം വേണം നമ്മൾ ഈ കടുകും കറിവേപ്പിലയും കൂടെ ചേർക്കാൻ. അങ്ങനെ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരുവാകുമ്പോൾ നമ്മുടെ ഗ്രേവിയും കൂടെ അങ്ങനെ ചേർത്ത് എന്താ മണമെന്നറിയാമോ. അങ്ങനെ നമ്മുടെ സാമ്പാർ കൂട്ടം തിളച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ അല്ലേ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. പിന്നെ നമുക്ക് സദ്യക്കും ചോറിനൊക്കെ എടുക്കാൻ നല്ല പറ്റിയൊരു സംഭവം. വേറെ കറിയൊന്നും വേണ്ട, ഇത് മതി. അപ്പോൾ ആശ സൂപ്പറാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെ. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം റെഡി ആയിട്ട് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തോളൂ. പിന്നെ തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഒരു അല്പം മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അക്കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് പിഴുപുളി ചേർത്ത വെള്ളം ഒഴിക്കുക എന്നുള്ളത്, തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഒരല്പം പിഴുപുളി പിഴിഞ്ഞിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചോളൂ. പിന്നെ മുളക് പൊടി ചേർത്തതെന്ന് വെച്ചാൽ ഉച്ചക്കലത്തെ നമ്മുടെ ഊണിനായതുകൊണ്ടാണ് ഞാൻ ഈ മുളക് പൊടി ചേർത്തത്. രാവിലത്തെ സാമ്പാറിന് ഞാൻ എടുക്കാറില്ല മുളക് പൊടി. പിന്നെ നമ്മൾ മല്ലിയില ചേർക്കുന്നത് ഞാൻ ഇഡലി ദോശയ്ക്കൊക്കെ എടുക്കുമ്പോൾ സാമ്പാറിനാണ് കേട്ടോ. ഇത് ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ചതാ നമ്മുടെ സാമ്പാർ, വഴുതനങ്ങക്കറി, പപ്പടം, പച്ചമോര്, ഇതൊക്കെയായിരുന്നു ഇന്നെൻ്റെ ഊണ്. അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.